എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ മുല്ല നസറുദ്ദീനും ഭാര്യയും കൂടി ഒരു തെരുവിൽ കൂടി നടക്കുമ്പോൾ രണ്ടുപേർ തമ്മിലുള്ള ഒരു തർക്കം പരിഹരിക്കുന്നതിന് ഇടപെടേണ്ടി വന്നു. തങ്ങളുടെ തർക്കം പരിഹരിക്കുന്നതിന് ഇടപെടണമെന്ന അവരുടെ ആവശ്യത്തെ തുടർന്നായിരുന്നു അത്. മുല്ല രണ്ടുപേരോടും തങ്ങളുടെ ഭാഗം വിശദീകരിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടു. ആദ്യത്തെ ആൾ തൻ്റെ ഭാഗം വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ മുല്ല പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതാണ് ശരി, നിങ്ങളുടെ ഭാഗത്താണ് ശരി. അത് കേട്ട് മറ്റേ ആൾക്ക് വല്ലാതെ ദേഷ്യം വന്നു. അയാൾ ചോദിച്ചു, എൻ്റെ ഭാഗം കേൾക്കാതെ നിങ്ങൾ എങ്ങനെയാണ് തർക്കം തീർപ്പ് കൽപ്പിക്കുന്നത്? അപ്പോഴാണ് രണ്ടാമത്തെ ആളുടെ ഭാഗം താൻ കേട്ടിട്ടില്ല എന്ന കാര്യം മുല്ല ഓർക്കുന്നത്. അയാളോട് തൻ്റെ ഭാഗം വിശദീകരിക്കുന്നതിന് വേണ്ടി മുല്ല ആവശ്യപ്പെട്ടു. രണ്ടാമത്തെ ആളുടെ ഭാഗം കേട്ടുകഴിഞ്ഞപ്പോൾ മുല്ല പറഞ്ഞു, നിങ്ങളുടെ ഭാഗത്താണ് ശരി, നിങ്ങൾ പറഞ്ഞതാണ് ശരി. അപ്പോൾ ഭാര്യ ചോദിച്ചു, അതെങ്ങനെ ശരിയാകും? രണ്ടുപേരും എങ്ങനെയാണ് ഒരേ സമയം ശരിയാവുന്നത്? അപ്പോൾ മുല്ല പറഞ്ഞു, നീ പറഞ്ഞതാണ് ശരി, രണ്ടുപേരും ഒരേ സമയം ശരിയാകാൻ കഴിയില്ല. മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടുകൊണ്ട് തങ്ങളുടെ അഭിപ്രായം കൂടെ കൂടെ മാറ്റുന്ന ഒരാളെക്കുറിച്ചുള്ള തമാശ കഥയാണ് ഇതെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ഇതിൽ നിന്ന് നാം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഒന്ന്, നമുക്ക് നമ്മുടെ ശരികളുള്ളതുപോലെ മറ്റുള്ളവർക്ക് അവരുടേതായ ശരികളുണ്ട്. നമ്മുടെ ശരികൾ നമുക്ക് എത്രമാത്രം ശരിയാണോ അതേപോലെ തന്നെയാണ് മറ്റുള്ളവർക്ക് അവരുടെ ശരികൾ. അതേപോലെ നാം ഒരാളോട് തർക്കത്തിലേർപ്പെടുമ്പോൾ, അത് ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മകനോ മകളോ, മറ്റേതെങ്കിലും കുടുംബാംഗമോ, പുറത്തു നിന്നുള്ള ഒരാളോ ആവട്ടെ, ഒരു നിമിഷം അവരുടെ സ്ഥാനത്തിരുന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ ആ തർക്കം രൂക്ഷമാകാതിരിക്കുകയും കൂടുതൽ തർക്കങ്ങളിലേക്ക് കടക്കാതിരിക്കുകയും ചെയ്യും. നാം നമ്മുടെ സ്ഥാനത്തിരുന്ന് മാത്രം ചിന്തിക്കുമ്പോഴാണ് തർക്കം രൂക്ഷമാവുന്നതും അത് കൂടുതൽ തർക്കങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. നന്ദി.